നമസ്കാരം. സിനിമാ പ്രിയരായിട്ടുള്ള മലയാളികളെല്ലാം ഇന്നലെ നമ്മുടെ തമിഴ്നാട്ടിൽ വിജയുടെ ഏറ്റവും പുതിയ പടമായ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും അവസാനത്തെ ചലച്ചിത്രമെന്ന് പറയാവുന്ന ജനനായകൻ്റെ ട്രെയിലർ കണ്ടു കാണും. അപ്പോൾ ജനനായകൻ്റെ ട്രെയിലർ ഇറങ്ങുന്നതിന് ഒരു 2 ദിവസം മുമ്പ് അനിരുദ്ധിൻ്റെ സംഗീത സംവിധാനത്തിൽ അതിൻ്റെ ഒരു പാട്ടും പുറത്തു വന്നിരുന്നു. ആ പാട്ട് ഈ ട്രെയിലറിൽ ഉടനീളം കേൾക്കുന്നതുമുണ്ട്, രാവണൻ മകൻ താൻ. അപ്പോൾ ഇവിടെ വിഷയം ജനനായകനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത 9-ാം തീയതി പുറത്തു വരുന്ന ജനനായകനെ എതിർക്കുവാനായിട്ട് DMKയുടെ ക്യാമ്പിൽ നിന്ന് വരുന്ന പരാശക്തി ഒന്നുമല്ല വിഷയം, രാവണനാണ് വിഷയം. കാരണം ഈ പാട്ട് തുടങ്ങുന്നത് തന്നെ രാവണൻ മകൻ താൻ എന്നാണല്ലോ. സമീപകാലം എന്ന് പറയുമ്പോൾ ഒരു 25-35 വർഷങ്ങൾക്കുള്ളിൽ തമിഴ്നാട്ടിലൊരു പ്രതിഭാസമായി വളർന്നു തുടങ്ങിയ ഒരു വ്യക്തിത്വമാണ് രാവണൻ. അതായത് ഒരു ആരാധനാപാത്രമായിട്ട്. അതിനു മുൻപ് DMK നാടകങ്ങളിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചിരുന്ന കാലത്ത് ഈ അസുരന്മാർ, നമ്മുടെ ഭാരതീയ പുരാണങ്ങളനുസരിച്ച് അസുരന്മാരായിരുന്നവരെ നായകന്മാരാക്കി MR രാധയെ പോലുള്ളവർ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പത്മനായിരിക്കും നാടകത്തിൽ നായകൻ, മുരുകൻ ഒരു കഥാപാത്രമായിരിക്കും. മുരുകനെ നേരിട്ട് വില്ലനാക്കില്ല, പക്ഷേ രാവണൻ്റെ കഥ വരുമ്പോൾ രാമനായിരിക്കും വില്ലൻ. അങ്ങനെയുള്ള നാടകങ്ങൾ നിരവധി അവതരിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രചാരമെന്ന് പറയുന്നത് തമിഴ്നാട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അഭാവമായിരിക്കാം അതിന് കാരണം. പക്ഷേ അതിനുശേഷം ദ്രാവിഡ കക്ഷികൾ പൂർണ്ണമായി മാറി തമിഴ്നാട് ഭരിക്കുവാൻ തുടങ്ങുകയും ദേശീയ കക്ഷികളുടെ ഒരു സ്വാധീനം തമിഴ്നാട്ടിൽ ഇല്ലാതാവുകയും ചെയ്തതോടുകൂടി ഈ രാവണൻ എന്നുള്ള പ്രതിഭാസം, അല്ലെങ്കിൽ ഈ അസുരന്മാരെ മഹത്വവൽക്കരിക്കുന്ന പ്രതിഭാസം DMK ആയിരുന്നു ഇത് മുൻകൈയെടുത്ത് ചെയ്തിരുന്നത്. അവർ തന്നെ ഇത് മടക്കി വയ്ക്കുവാൻ തുടങ്ങി. പക്ഷേ 2010 കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2009 മുതൽ 2010 വരെ ശ്രീലങ്കയിൽ തമിഴ് പുലികളുടെ ഒരു വിനാശം നടത്തിയതിനു ശേഷം, ശ്രീലങ്കൻ സർക്കാർ നടത്തിയതിനു ശേഷം തമിഴ്നാട്ടിൽ ഇണപ്പെടുകൊലൈ, അതായത് ജനസൈഡിൻ്റെ തമിഴ് വാക്കാണ്, നടത്തിയാണ് ശ്രീലങ്ക സർക്കാർ തമിഴരോട് ശ്രീലങ്കയിൽ അനീതി കാണിച്ചത്. അതിൻ്റെ ഒരു പ്രതീകമായിരുന്നു പ്രഭാകരൻ പുലിയാണ്, യഥാർത്ഥ പുലിയാണ് തുടങ്ങി പ്രഭാകരനെ മഹത്വവൽക്കരിച്ചു തുടങ്ങിയ ഈ ഒരു ചരിത്ര നിർമ്മാണം രാവണനിൽ എത്തപ്പെട്ടതോടുകൂടി രാവണന് ഞങ്ങളുടെ പെരുമ്പാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ പൂർവികൻ ആണ് തുടങ്ങിയ പല ചരിത്രങ്ങളും ഈ ദ്രാവിഡിയൻ ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുകയും അതിനുശേഷം ഈ ദ്രാവിഡിയൻ ചിന്താഗതിയിൽ നിന്ന് വിഘടിച്ച് വന്ന തമിഴ് ദേശീയവാദികളെന്നൊരു വിഭാഗം അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. സീമാനും സീതയിൻ മനിതനും, ഈ പേരുകൾ ശ്രദ്ധിച്ചോണം. സീമാൻ, സീതയിൻ മനിതൻ, ഇതെല്ലാം രാമായണത്തിൽ നിന്ന് വരുന്ന പേരുകളാണ്. സീതയിൻ മനിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമൻ്റെ മറ്റൊരു പേരാണ്. തുടങ്ങിയ ചരിത്രകാരന്മാർ, സീമാൻ ചരിത്രകാരനാണെന്നല്ല പറഞ്ഞ്, സീതയിൻ മനിതൻ ഒരു വിദ്യാഭ്യാസമുള്ള ചരിത്രം പഠിച്ചിട്ടുള്ള ഒരു ചരിത്രകാരൻ തന്നെയാണ്. തുടങ്ങിയ ചരിത്രകാരന്മാർ ഈ രാവണനെ മഹത്വവൽക്കരിക്കുന്നത് വീണ്ടും കയ്യിലെടുത്തു. ആ ഒരു സംരംഭം വീണ്ടും കയ്യിലെടുത്തു. കുറേയൊക്കെ വിജയകരമായിട്ട് അതിനെ അവർ നടപ്പാക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലനമാണ് രാവണൻ മകൻ താൻ, അതായത് ഇന്ദ്രജിത്താണ് ഞാൻ, അല്ലെങ്കിൽ ഇന്ദ്രജിത്താണ് വിജയ് എന്നുള്ള രീതിയിലുള്ള മാസ് പാട്ട് ഇപ്പോൾ വന്നത്. അപ്പോൾ രാവണനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ചരിത്രമൊക്കെ പറയുന്നത് രാവണൻ തമിഴനാണെന്നാണ്. നമ്മുടെ നാട്ടിൽ ഈ നിരവധി ലഹരി ഉപയോഗമോ കേസുകളിലും ബലാത്സംഗ കേസുകളിലും ഒക്കെ പ്രതിയായിട്ടുള്ള ആളുകൾ രാവണൻ പെരുമ്പാട്ടനെ എനിക്കറിയാൻ പാടുള്ളൂ, രാമനെ എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികം. ഈ ലഹരി കടത്ത്, ബലാത്സംഗം തുടങ്ങിയ ഒരു കാര്യപരിപാടികളുമായിട്ട് നടക്കുന്ന ഒരുത്തൻ രാവണനെ അറിയാൻ സാധ്യതയുള്ളൂ, രാമനെ അറിയാൻ യാതൊരു മാർഗവുമില്ല. അത് സ്വാഭാവികം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. തിരിച്ച് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാവണൻ്റെ ചരിത്രം പറയുമ്പോൾ രസകരമായ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ചുരുക്കി പറയാം. വിശദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ തത്വമയി ഭാരത് എന്ന ഇംഗ്ലീഷ് ചാനലുണ്ട്. അതിൽ ഈ വിഷയങ്ങളെ സംബന്ധിച്ച്, അതായത് മറയ്ക്കപ്പെട്ട ചരിത്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ വീഡിയോകൾ നമ്മുടെ തത്വമയി ഭാരതിൻ്റെ ചാനലിലുണ്ട്. തത്വമയി ഭാരത് എന്ന ചാനലുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ഇപ്പോൾ ഈ രാവണനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചുരുക്കി പറയാം. ചരിത്രം പറയുമ്പോൾ ഇവർ പറയുന്നത്, അതായത് ഈ ദ്രവീഡിയൻ ചരിത്രകാരന്മാരും ശേഷം
അവർക്ക് ശേഷം വന്ന തമിഴ് ദേശീയവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ചരിത്രകാരന്മാരും പറയുന്നത് രാവണൻ തമിഴരുടെ പൂർവീകനാണെന്നാണ്. അല്ല എന്നാണ് തമിഴ് സംഘകാല ആഖ്യാനങ്ങളും കാവ്യങ്ങളും പറയുന്നത്. തമിഴ് സംഘകാലത്തിലെ കൃതികൾ എന്ന് പറയപ്പെടുന്നത് തമിഴിൻ്റെ ചരിത്രവും തമിഴ്നാടിൻ്റെ ചരിത്രവും പുരാണങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു കൃതികളുടെ സംഗ്രഹമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുറനാനൂറ്, അകനാനൂറ്, ഈ 2 കാവ്യ സംഗ്രഹങ്ങളാണ്. അവയിൽ തന്നെ പറയുന്നത് അഗസ്ത്യമുനിയുണ്ടല്ലോ, അഗസ്ത്യമുനിയുമായി യുദ്ധത്തിലേർപ്പെട്ട് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് രാവണൻ. അഗസ്ത്യൻ എന്തിനാണ് രാവണനുമായിട്ട് യുദ്ധം ചെയ്തത് എന്ന് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. തമിഴ്നാടിനെ അന്ന് ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാരെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ച രാവണനെയാണ് പരാജയപ്പെടുത്തി തടവുകാരനാക്കി ഇനിമേൽ ഈ രാജ്യത്തേക്ക് കടന്നു കയറില്ല എന്ന പ്രതിജ്ഞയെടുപ്പിച്ച് ജീവനോടെ വിട്ടയച്ചത് അഗസ്ത്യമുനി എന്ന് ഈ സംഘകാല കൃതികൾ പറയുന്നു. ഇനി പുറനാനൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ കപില മഹർഷി രാവണനെ വിശേഷിപ്പിക്കുന്നത് ധീരനായ രാമൻ്റെ പത്നിയായ സീതയെ അപഹരിച്ച അസുരൻ, അരക്കൻ എന്നാണ് പറയുന്നത്. അസുരൻ എന്നുള്ളത് വെട്രിമാരൻ, അത് അസുരൻ നല്ല വാക്കാണ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥ തമിഴിൽ അരക്കൻ ഒരു നല്ല വാക്കല്ല, ഒരു വൃത്തികെട്ട വാക്കാണ്. അങ്ങനെയാണ് കപില മഹർഷി രാവണനെ വിശേഷിപ്പിക്കുന്നത്. ഇനി രാവണൻ തമിഴനാണെന്ന് പറയുന്ന കാരണത്തിന് വാത്മീകി തന്നെ അതിന് നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. സുന്ദരകാന്ഡത്തിൽ ശ്രീഹനുമാൻ സീതാദേവിയെ ആദ്യമായി അശോകവനത്തിൽ വെച്ച് കാണുമ്പോൾ ഒരു നിമിഷം സംശയത്തിലകപ്പെട്ടു പോകുന്നുണ്ട്. കാരണം സീതാദേവിയുടെ മുന്നിലെത്തി സംസ്കൃതത്തിൽ താൻ സംസാരിച്ചാൽ സീതാദേവി ഉറപ്പിക്കും ഇത് രാവണൻ വേഷം മാറി വന്നിരിക്കുന്നതാണ്. അതായത് രാവണൻ സംസാരിക്കുന്നത് നല്ല ശുദ്ധമായ സംസ്കൃത ഭാഷയാണ്. അതുകൊണ്ട് സംസ്കൃതത്തിൽ സംസാരിക്കാതെ സീതാദേവിക്ക് മുന്നിലെത്തുന്ന ഹനുമാൻ സംസാരിക്കുന്നത് പ്രാദേശികമായ ഭാഷയിലാണ്. പ്രാദേശികമായ ഭാഷ ഏതാണ് എന്ന് വാത്മീകി മഹർഷി പറയുന്നില്ല, പക്ഷേ അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ പപ്പുവൊക്കെ പറയുന്നത് പോലെ ഒന്ന് ഊഹിച്ചോളുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ തമിഴ് രാവണ പെരുമ്പാട്ടൻ ചരിത്രത്തിൻ്റെ ചില കാര്യങ്ങൾ, രസകരമായ കാര്യങ്ങൾ. ഇനി 1-2 കാര്യങ്ങളും കൂടി പെട്ടെന്ന് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ നമുക്ക്. ഈ ദ്രാവിഡം എന്നുള്ള വാക്കാണല്ലോ, ദ്രാവിഡ ചിന്താഗതി ഉൾക്കൊണ്ട പാർട്ടികളാണല്ലോ DMKയും AIADMKയും ഒക്കെ എന്നാണല്ലോ പറയപ്പെടുന്നത്. അതിൽ തന്നെ പ്രമുഖമായി DMK. അവരാണല്ലോ ഈ രാവണൻ്റെ ആൾക്കാരായിട്ട് ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ദ്രാവിഡം എന്ന വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. അത് ഏറ്റവും പ്രശസ്തമായി ആദ്യം ഉപയോഗിച്ചത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യരാണ്. ഞാൻ ദ്രാവിഡ ശിശുവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ശങ്കരാചാര്യരെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും. ദ്രാവിഡം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഈ പറയുന്നത് പോലെ ദ്രാവിഡ പെരുമ ഇതൊന്നുമില്ല. എല്ലാ വശത്തു നിന്നും ദ്രവത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡം, കോണ്ടിനെൻ്റ് എന്നല്ല ഉദ്ദേശിച്ച ഒരു ഭൂമിയുടെ തുണ്ട് എന്ന് മാത്രമേ അതിന് ഉദ്ദേശമുള്ളൂ. ദ്രവത്താൽ ചുറ്റപ്പെട്ട, സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശം എന്നാണ് അതിനർത്ഥം. ആ പ്രദേശത്തിൻ്റെ ശിശുവാണ് താനെന്ന് സംസ്കൃതത്തിൽ ശങ്കരാചാര്യർ പരിചയപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ദ്രാവിഡം എന്ന വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഒരു കാര്യം കൂടി പറഞ്ഞങ്ങ് നിർത്താം. ഈ തമിഴ് സംഘം ഞാൻ പറഞ്ഞല്ലോ, തമിഴ് സംഘകാല കൃതികളാണ് തമിഴ്നാടിൻ്റെ ചരിത്രവും പുരാണങ്ങളും. അത് ഒന്ന് തന്നെയാണ്, അതിൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കാനാവില്ല. ഈ തമിഴ് സംഘകാലത്തിൻ്റെ ഒരു തുടക്കം പാണ്ഡ്യരാജാക്കന്മാരിൽ നിന്നാണ്. മൂടത്തിരുമാരൻ എന്ന പാണ്ഡ്യരാജാവാണ് ഈ സംഘകാലത്തിൻ്റെ ഈ സംഘങ്ങൾക്ക്, തമിഴ് സംഘങ്ങൾക്ക് തുടക്കം കുറിച്ചതിൽ അല്ലെങ്കിൽ അവരെ പരിപോഷിപ്പിച്ചതിൽ പ്രമുഖനായ ഒരു മഹാരാജാവ്. ഈ മഹാരാജാക്കന്മാരുടെ പരിപോഷണത്തിൻ്റെ കീഴിലാണ് ഈ തമിഴ് സംഘങ്ങൾ, കവികളെല്ലാം പടർന്നു പന്തലിച്ചതും നിരവധി കൃതികളുണ്ടായതും. ഈ തമിഴ് സംഘത്തിൻ്റെ നിർമ്മാണത്തിന് പാണ്ഡ്യരാജാക്കന്മാരെ പ്രേരിപ്പിച്ചൊരു പ്രധാന ഘടകം മഹാഭാരതത്തിനെ അന്നത്തെ ഭാഷയിൽ കൊടുന്തമിഴെന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ബ്രഹ്മിയുടെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനമേറെയുള്ള ഇന്നത്തെ തമിഴ് ചരിത്രകാരന്മാരിൽ പലർക്ക് പോലും നേരെ ചൊവ്വേ വായിച്ച് അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രീതിയിലുള്ള ഭാഷയിൽ. അതുകൊണ്ടാണ് തിരുക്കുറളൊന്നും ഇപ്പോഴത്തെ പല ചരിത്ര പണ്ഡിതന്മാർക്കും വായിച്ചാൽ
മനസ്സിലാവില്ല. അത് അർത്ഥം പിന്നെ പറഞ്ഞു കൊടുക്കണം. അറിയാവുന്നവർ തന്നെ വളരെ വിരളമാണ്. കാരണം ആ ഭാഷയിൽ, തമിഴിൻ്റെ ഒരു മുൻഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ എന്ന് പറയപ്പെടുന്ന ഭാഷയിൽ ഇന്നത്തെ തമിഴിൻ്റെ ഒരു അംശങ്ങൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇന്നത്തെ തമിഴിൻ്റെ വാക്കുകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാധീനം കൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ തമിഴിലായിരുന്നെങ്കിൽ പുള്ളിയെ വിടിയൽ പുതയൽ സ്റ്റാലിൻ എന്ന് വിളിക്കേണ്ടി വന്നേനെ. കാരണം തമിഴിൽ ഉദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടിയൽ അല്ലെങ്കിൽ വിടിയൽ തന്നെയാണ്. നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതയൽ. വിടിയൽ പുതയൽ സ്റ്റാലിൻ എന്ന ഒറിജിനൽ തമിഴിൽ പുള്ളിയെ വിളിക്കേണ്ടി വന്നേനെ. ഉദയനിധി എന്നുള്ളത് പൂർണ്ണമായിട്ടും സംസ്കൃതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബ്രഹ്മി സംസ്കൃതം തുടങ്ങിയ ഭാഷകളുടെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ആദി തമിഴിൻ്റെ ഒരു സ്വാധീനത്തിൻ്റെ പരിണാമമാണ് ഉദയനിധി എന്നുള്ള പേര്. ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പാണ്ഡ്യരാജാക്കന്മാർ തമിഴ് സംഘത്തിനെ പരിപോഷിപ്പിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം മഹാഭാരതം തുടങ്ങിയ മഹത്കൃതികൾ ആ ഭാഷയിലേക്ക്, തമിഴിൻ്റെ യഥാർത്ഥ മാതൃഭാഷയിലേക്ക്, ബ്രഹ്മിയുടെയും സംസ്കൃതത്തിൻ്റെയും സ്വാധീനമുള്ള തമിഴിൻ്റെ മാതൃഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. അതും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ആയിട്ട് തുടങ്ങിയതേ ഉള്ളൂ തത്വമയി ഭാരതിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർ തത്വമയി ഭാരതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നമസ്കാരം.